നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാം ഓണമാണ്. ഇപ്പോൾ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ സമൂഹ മാധ്യമം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ആഘോഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്ന ആ 2 വരി ഒരു ചെറിയ പോസ്റ്റിന് ഭയങ്കര സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള കമന്റുകൾ വരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റുമായൊക്കെ തന്നെ താരതമ്യം ചെയ്യുന്നു. നമുക്ക് രണ്ടായി ഇതിനെ കാണാൻ സാധിക്കുമോ? അതായത് രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായി ചെയ്ത പല കാര്യങ്ങളും രാഷ്ട്രീയപരമായി സാധാരണക്കാർ എടുത്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കുമോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും ചതിക്കുഴിയിൽ പെടുത്തതാണ് എന്ന് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഭരിക്കുന്നവർക്ക് തോന്നി എന്ന് കരുതണമോ? അതോ അതുമല്ലെങ്കിൽ ഈ ദിലീപിനെ പോലെയുള്ള വിഷയം, ദിലീപിന്റെ വിഷയം നമുക്കറിയാം, ദിലീപിന് ഉണ്ടായതുപോലെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായിരിക്കുന്നത്. ഒരു പതനം പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നു. പക്ഷെ രണ്ട് വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ പോലും അപ്പോഴും ചില കൂട്ടം നിന്നത് ദിലീപിനോടൊപ്പമാണ്. നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? സമൂഹ മാധ്യമങ്ങളിലെ ഈ ഒരു സ്വീകാര്യത നമുക്ക് മുഖവിലക്കെടുക്കേണ്ട രീതിയെങ്കിലും ഉണ്ടോ? എന്തു തോന്നുന്നു സാർ കണ്ടിട്ട്? ഇതൊരു വിചിത്രമായ കാഴ്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഓണാശംസ ഇന്നലെ കേരളത്തിന് നൽകിയപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പ്, 2 വരി കുറിപ്പ്, അതിന് 61,000 ലൈക്സ്, 18,600 ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ 18,600 കമൻറ്റുകൾ. ആ കമൻറ്റിൽ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കി. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ ഇതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ലൈക്കും കമൻറ്റും സ്വാഭാവികമായിട്ട് കിട്ടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം 300 അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് പിന്തുണ അറിയിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിന് ലൈക്ക് കൊടുത്ത് പിന്തുണ അറിയിക്കുക, അതിലപ്പുറം കമൻറ്റിലൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, ചവിട്ടി താഴ്ത്തിയവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓണം എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന കുറിപ്പുകൾ, അത്തരം കുറിപ്പുകൾക്ക് ആ കമൻറ്റിന് പോലും 2,500 ലൈക്കുകൾ. ഇതൊരു വിചിത്ര കാഴ്ചയായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നത്? ഇതിന് നമുക്കൊരു ഏകദേശം 4 കാരണങ്ങൾ പറയാൻ കഴിയും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ. പക്ഷേ അതിന് മുൻപ് ശ്രീജ പറഞ്ഞ മറ്റൊരു പ്രശ്നമുണ്ട്. ദിലീപിൻ്റെ പതനവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനവും രണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് അതിലെ പൈങ്കിളിത്തരവും പെൺകുട്ടികളോടുള്ള ആ സെക്സ് സ്റ്റിങ്സ് ഒക്കെയാണ്, ചാറ്റിങ്. പിന്നെ അതിനേക്കാൾ ഭയാനകമായ ചില ആരോപണങ്ങൾ നിൽക്കുന്നു. അവിടെ പരാതിക്കാരില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും മൊഴി കൊടുത്തിട്ടില്ല, വ്യക്തമായ ഒരു കുറ്റപത്രം രാഹുലിനെതിരെ അവതരിപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ തെളിവുകളില്ല. മറുവശത്ത് ദിലീപിനെതിരെ അന്ന് അവിടെ ഒരു പരാതിക്കാരി ഉയർന്നു വന്നു. ആ പരാതിക്കാരി ശക്തമായ മൊഴി കൊടുത്തു. ആ സാഹചര്യ തെളിവുകൾ ദിലീപിനെതിരായി നിന്നു. അവിടെ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് ദിലീപിന് വേണ്ടി ഒരു ന്യൂനപക്ഷം പൊരുതി മഹാഭൂരിപക്ഷമെന്ന് ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്തു. നമ്മൾ കണ്ടതാണ് അഡ്വക്കേറ്റ് മിനിയെ പോലുള്ള ഹൈക്കോർട്ടിലെ പ്രഗത്ഭര്. പക്ഷെ അവരൊക്കെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലയുറപ്പിച്ചു. സീമാജി നായർ, TB മിനി, അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലയുറപ്പിച്ചു. അപ്പോൾ ദിലീപിനെതിരെ ഉയർന്നു വന്ന കേസും ആരോപണമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, കാരണം കോടതിയിലുള്ളൊരു കേസാണ്. ദിലീപിനെതിരെ ഉയർന്നു വന്ന കേസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും രണ്ട് തലത്തിലുള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായി രാഹുലിന് ഒരു വ്യത്യാസം നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുന്നത്. 2, എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ഈ യുവാവിനെ പിന്തുണച്ചു? ഏറ്റവും മ്ലേച്ഛമായ പെരുമാറ്റങ്ങളുടെ കഥയാണ് ഇവിടെ പ്രചരിക്കപ്പെടുന്നത്. ഇന്നും ഒരു ഉയർന്ന കോൺഗ്രസ് നേതാവ് എന്നോട്, രാഹുലുമായി വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരു നേതാവാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, രാഹുലിനെതിരെ 10-60 സ്ത്രീകളുടെ പരാതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അത് റിട്ടേൺ ആണ്? അല്ല, ഇതൊക്കെ വിവിധ കോൺഗ്രസ് തലത്തിലുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സീനിയർ MP-യുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഏകദേശം 4ഓളം ഗർഭചിത്ര കേസുകളും രാഹുലിനെതിരെയുണ്ട്. 4 ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ഗർഭചിത്ര കേസുകളുടെ വിശദാംശങ്ങളുണ്ടോ? അതിനൊക്കെ ഏകദേശ രൂപം മതി, ഇതെല്ലാം കേട്ടറിവാണ്. ഇപ്പോൾ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേർക്കുനേർ രാഹുലിനെ വെല്ലുവിളിക്കുന്നു, നിയമപരമായ നടപടികളെടുക്കും എന്ന് പറയുന്നു. ഇത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പെൺവേട്ട നടത്തിയ രാഷ്ട്രീയ മാലിന്യത്തെ ഇവിടെ നിന്ന് എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ
നമ്മൾ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, അതിനുശേഷം ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു. അപ്പോഴും നമ്മൾ അതിനെ സൂക്ഷ്മതയോടെ നോക്കി നിന്നു. കാരണം ക്രൈംബ്രാഞ്ച് കേസെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുതകളില്ലാതെ ക്രൈംബ്രാഞ്ച് അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കില്ലല്ലോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടത് ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലെത്തിയ 5 പരാതികളെക്കുറിച്ച്. പിന്നീട് അതിൻ്റെ എണ്ണം 10 ഉയർന്നു. അപ്പോൾ 10ഓളം പരാതികൾ കിട്ടി എന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നു. പക്ഷേ FIR പുറത്തു വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്തെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കണ്ട് ഞെട്ടിയത്. കാരണം 5 പരാതികൾ മാത്രമാണ് രാഹുലിനെതിരെ അവിടെ വന്നിരിക്കുന്നത്. 5 എണ്ണം ഇരകളെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയവർക്കെതിരെയാണ്. വ്യാജ ഇരകൾ, വ്യാജ തെളിവുകൾ നിരത്തിയവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് മറ്റ് 5 പരാതികൾ. ഇനി രാഹുലിനെതിരെ കിട്ടിയ 5 പരാതിയോ? ഇതെല്ലാം 3ാം കക്ഷികളാണ്. അവരോടൊരു പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ചോദിച്ചപ്പോൾ, ഒരു മൊഴി രേഖപ്പെടുത്താനായി അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, മീഡിയകളിൽ കണ്ടതാണ്, മാധ്യമങ്ങളിൽ. അപ്പോൾ മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി 3ാം കക്ഷികൾ പോലീസിന് നൽകിയ 5 പരാതികൾ. അതിലപ്പുറത്ത് അവർക്ക് വസ്തുതാപരമായ യാതൊരു വിവരവും അവരുടെ പക്കലില്ല. മറുവശത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയൊരു പിന്തുണ കിട്ടുന്നതിനുള്ള കാരണം, 1, മുഖ്യമന്ത്രി നേർക്കുനേർ വെല്ലുവിളിച്ച ഒരു കാഴ്ച. 2, പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു കേസെടുത്ത് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച. 3, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസം സസ്പെൻഡ് ചെയ്ത ആ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരിൽ അമർഷമുണ്ട്. അതും ഈ സമൂഹ മാധ്യമ കുറിപ്പിൽ ലഭിക്കുന്ന അംഗീകാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ പ്രകടമായ 3 കാരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുഗ്രഹമാകുന്നു. 4ാമത്തെ കാരണം മീഡിയകളോടുള്ള എതിർപ്പാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ ധരിച്ചിരുന്ന ചില മൂഢ സ്വപ്നങ്ങളും മൂഢ ചിന്തകളുമൊക്കെയുണ്ട്. അവരൊരു വിവാദങ്ങളുടെ കൊടുങ്കാറ്റം അഴിച്ചുവിട്ടാൽ ഇവിടെ ഇരയാക്കപ്പെടുന്നവർ, വേട്ടക്കാരനെന്ന പേരിലാണ് മാധ്യമങ്ങൾ ഒരാളെ ആക്രമിക്കുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ TVയും മറ്റ് 24ഉം മത്സരിച്ച ആദ്യഘട്ടത്തിൽ ശബ്ദരേഖ, ചാറ്റുകളൊക്കെ പുറത്തുവിട്ട് തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ കരുതിയത് എന്താണ്? ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽ ഇതാ കോൺഗ്രസ് വിറങ്ങലിച്ച് നിൽക്കുന്നു, അവർ നിസ്സംഗതയോടെ രാഹുലിനെ ഒറ്റപ്പെടുത്തുന്നു, ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പ്രതികരിക്കാനുള്ള ആർജവും ഇല്ലാതാകുന്നു, രാഹുൽ കടപുഴകി ദൂരേക്ക് കടലിലേക്ക് തെറിച്ചു പോകുന്നു എന്ന അവസ്ഥ. അവിടെ നിന്ന രാഹുൽ നിശബ്ദനായി അടൂരിലെ ഒരു വീട്ടിൽ, അടച്ചിട്ട വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നു. അടച്ചിട്ട വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണെന്ന് ഒരു വശത്ത് ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭീരുവാകാതെ പ്രതികരിക്കാൻ നിരവധി ആക്രോശങ്ങളും ആഹ്വാനങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് രാഹുലിൻ്റെ ഒരു പ്രതികരണമല്ല, പക്ഷെ താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേരളത്തോടുള്ള ഒരു പ്രഖ്യാപിക്കലാണ്. ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പ്രകടമായ അറിയിപ്പാണ്. അതിനാണ് ഇപ്പോൾ ജനങ്ങൾ കയ്യടിയോടെ വലിയ പിന്തുണ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേജിലായതുകൊണ്ട് തന്നെ അതിനൊരു വലിയൊരു സ്വീകാര്യത കിട്ടുമ്പോൾ പലരും പറയുന്നത്, എതിർച്ചയിൽ നിന്നുള്ള ശബ്ദം ഉയർന്നു പറയുന്നത്, പണം കൊടുത്തിട്ട് ലൈക്കായിരിക്കും, ഷെയർ ആയിരിക്കും, കമന്റ്സ് തുടക്കം മുതൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് ഇതൊരു ഇതേ വാർത്ത നമ്മൾ കൊടുക്കുകയും വിശദമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന് താഴെയും രാഹുൽ മാങ്കൂട്ടം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച ഓരോരുത്തരും ഇത് കണ്ട് ലജ്ജിക്കും, നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങൾ വരണം, ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞുള്ള ആവേശഭരിതമായ കമന്റുകൾ കാണുന്നുണ്ട്. നമ്മൾ ആർക്കും പണം കൊടുത്തിട്ടില്ല, നമ്മൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് സത്യസന്ധമായ ജനങ്ങളുടെ ഒരു പ്രതികരണം തന്നെയാണ്. അല്ല, അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അതായത് മാധ്യമങ്ങൾക്കൊന്ന് കുഴിച്ചുമൂടി എന്നേക്കുമായി സീൽ ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് ധാർഷ്ട്യമെടുക്കുന്ന, അഹങ്കാരം നടിക്കുന്ന വേളകളിൽ ജനത്തിൻ്റെ ഒരു പ്രകടമായ വികാരം അത് കാണണം. പണ്ടൊന്നും ജനത്തിന് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ മാർഗമില്ല. പണ്ട് അച്ചടി മാധ്യമങ്ങളുടെ കാലത്ത് അവർ കുറിച്ച് ജനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു അന്നത്തെ വാർത്തകൾ. അവിടെ ജനത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല. പിന്നീട് ചാനലുകളുടെ കാലഘട്ടത്തിലും ഏകപക്ഷീയമായ വാർത്താവതരണങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഡിജിറ്റൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഡിജിറ്റൽ മീഡിയയുടെ പ്രത്യേകത എല്ലാവർക്കും ജേർണലിസ്റ്റുകളാകാം. അതിലപ്പുറത്ത് എല്ലാ ജനങ്ങൾക്കും തങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഏതെങ്കിലും ഒരു തലം
ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവരാം. അതാണ് ഇവിടെ ജനങ്ങളുടെ പ്രതികരണത്തിൽ കാണുന്നത്. 2 തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെറ്റുപറ്റി. 1, വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ. 2, ആരോപണങ്ങളുടെ ബാഹുല്യം ജനങ്ങളെ സംശയത്തിനിടവരുത്തി. 3, ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയം, കാലഘട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രാഹുൽ നിയമസഭയിലേക്ക് ചീറ്റപ്പുലിയായി കടന്നു വരുന്ന ഒരു ഘട്ടം. മറുവശത്ത് MV ഗോവിന്ദൻ്റെ മകനെ അടക്കം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിയ നിരവധി സംഭവങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു തലമാണല്ലോ മുഖ്യം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് ചർച്ച ചെയ്യുന്നെങ്കിലും അതുകൂടി ഒന്ന് പരാമർശിച്ചു പോയില്ലെങ്കിൽ നമ്മളുടെ വിശകലനം പൂർണ്ണമാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ 1 സ്ത്രീകളുമായിട്ടുള്ള സ്വകാര്യ ഇടപെടലുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യം നമ്മൾ കേട്ടത് ഒരു സിനിമാ നടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം തനിക്ക് ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയച്ചു, ഉദ്ദേശം വേറെയായിരുന്നു. പിന്നീട് ഇല്ല, വിവാഹ വാഗ്ദാന സൂചനകൾ ആംഗ്യങ്ങളിലൂടെ പ്രകടനങ്ങളിലൂടെ നടത്തി. ഇങ്ങനെ വളരെ വിദൂരമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. പക്ഷെ പിന്നീട് ഒരു ഹണി ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ഒരു സാംസ്കാരിക ഇടങ്ങളിലെ ഒരു എഴുത്തുകാരി രംഗത്ത് വന്നിട്ട് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് തനിക്ക് മെസ്സേജ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് കേരളത്തിന് കൊടുത്തത്. പക്ഷെ അവരും ഏത് തരം മെസ്സേജുകളാണ് രാഹുൽ തനിക്ക് അയച്ചതെന്ന് വെളിപ്പെടുത്തിയില്ല. ആ മെസ്സേജുകൾ പുറത്തേക്ക് വിടാൻ രാഹുൽ വെല്ലുവിളിച്ചപ്പോൾ അവർ നിശബ്ദയായി. എന്തായിരുന്നു ഇരുവർക്കുമിടയിലുള്ള മെസ്സേജ് എന്ന് നമുക്കറിയില്ല. പിന്നീട് നമ്മൾ കേൾക്കുന്നത് നിരവധി യുവതികളെ, പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടം സ്നേഹം നടിച്ച്, പ്രണയം നടിച്ച് പീഡിപ്പിച്ചുവെന്നും പലരെ, ഒന്നിൽ കൂടുതൽ ആളുകളെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നും ഉള്ള കഥകളാണ്. അതിലും വ്യക്തതയില്ല. കാരണം കൂടുതൽ ടാമ്പേഡ് മീൻസ് ഈ ഡിജിറ്റൽ മീഡിയയിലെ തെളിവുകൾ കൃത്യമായ ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് തെളിയിക്കാൻ കഴിയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ ശബ്ദരേഖ ടാമ്പേഡാണ്. പല സ്ഥലത്തും അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തിന് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഈ ശബ്ദരേഖ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്താൽ വിജയിക്കില്ല. കാരണം അപ്പോൾ തന്നെ റിപ്പോർട്ട് വരും ഇത് ടാമ്പേഡാണ്, സൗണ്ട് മാറ്റിയിരിക്കുന്നു, എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തതയില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള മുഖ്യ വെല്ലുവിളി ടാമ്പേഡ് അല്ലാത്ത ഒറിജിനൽ ശബ്ദരേഖ വീണ്ടെടുക്കുക എന്നതാണ്. ഇവിടെ എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും? കാരണം ഇവിടെ ഇത് ആരുടെ ശബ്ദരേഖയെന്ന് വ്യക്തമല്ല. യുവതിയെ സംബന്ധിച്ച് അത്തരമൊരു യുവതി പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. ആകെ കൂടി ഏതോ ഗർഭഛിദ്രത്തിന് വിധേയായ ഒരു യുവതിയെക്കുറിച്ചുള്ള ഒരു ചെറു പരാമർശം നടത്തിയത് മലയാളം ന്യൂസ് 18 അല്ല മലയാളം 24 ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലെ ലക്ഷ്മി പത്മ എന്ന ഒരു വനിതാ ജേർണലിസ്റ്റാണ്. പക്ഷെ അവർ വളരെ വിദൂരമായ ഒരു ദൂരക്കാഴ്ച മാത്രമേ നൽകുന്നുള്ളൂ. അതല്ലാതെ പെൺകുട്ടിക്ക് പരാതിയില്ല. ഇവർ കണ്ടു എന്ന് പറയുന്ന ഗർഭഛിദ്രത്തിന് വിധേയമാക്കപ്പെട്ട അശാസ്ത്രീയ ഗർഭഛിദ്രത്തിലൂടെ മാനസിക നില തകർന്നു എന്ന് പറയുന്ന യുവതിയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ഒരിടത്തും രാഹുലിനോട് പകയുണ്ടെന്നോ രാഹുലിനെതിരെ നിൽക്കുമെന്നോ അവർ പറയുന്നില്ല. ഇപ്പോഴും രാഹുലിലേക്ക് ഉടക്കിക്കിടക്കുന്ന മനസ്സെന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് പരാതിയില്ല. പരാതിയുമായി ഒരു ഘട്ടത്തിലും ഒരു യുവതി പോലും ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നില്ല. അപ്പോൾ ആരോപണങ്ങൾക്ക് വ്യക്തതയില്ല. അതാണ് മുഖ്യ പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവിൻ്റെ അംശം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ക്രൈംബ്രാഞ്ച് തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം തിങ്കളാഴ്ച ആദ്യ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. തിങ്കളാഴ്ച വീണ്ടും ബംഗളൂരുവിന് പുറപ്പെടുന്നു എന്ന് പറയുന്നു ഒരു ഗർഭഛിദ്ര കേസ് അന്വേഷിക്കാൻ. ആദ്യം ഒരു യുവതിയെ ഗർഭിണിയാക്കി അവർക്ക് ഗർഭഛിദ്രം നടത്തി. പിന്നീട് ഗർഭഛിദ്രം നടത്തിയ ഈ യുവതി അവരുടെ ഒരു ബന്ധുവും കൂടി ചേർന്ന് ഗർഭിണിയായ മറ്റൊരു യുവതിയെയും കൂട്ടി ബംഗളൂരുവിലേക്ക് പോയെന്നും അവരവിടെ വെച്ച് ഗർഭഛിദ്രം നടത്തിയെന്നും അതിൻ്റെ രേഖകൾ വീണ്ടെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം പോകുമെന്നും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ സ്വകാര്യതയുടെ പ്രശ്നങ്ങളുണ്ട്. അത്ര എളുപ്പമല്ല ഒരു ആശുപത്രിയിൽ നിന്നൊരു രോഗിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഏതൊരു ഏജൻസിക്കും കൊടുക്കാൻ. കാരണം അതിൻ്റെ രോഗിയുടെ സമ്മതപത്രം വേണം. ഇത്തരം തടസ്സങ്ങൾ നിൽപ്പുണ്ട്. എങ്കിലും വളരെ വലിയൊരു ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ളത് കൊണ്ട് ഈ രേഖകൾ തങ്ങൾക്ക് കിട്ടും എന്ന അമിത ആത്മവിശ്വാസത്തിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് ബംഗളൂരിലേക്ക് പോകുന്നവർ പോയി ട്രൈ ചെയ്യട്ടെ, കിട്ടട്ടെ. അതും അതിൻ്റെ രണ്ടാം ഭാഗം. ഇത്തരമൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമൂഹ മാധ്യമ പിന്തുണ ലഭിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ വിഡ്ഢികളല്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശകലനത്തിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. ജനങ്ങൾ ഒട്ടും വിഡ്ഢികളല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചവരെ സംശയിക്കുന്ന ഘട്ടത്തിലായപ്പോൾ ചില യുവതികൾ, അവരൊക്കെ മൂന്നാം കക്ഷികളായിട്ടാണ് രംഗത്തെത്തിയത്. അവർക്കൊക്കെ അവരുടെ സംഭാഷണങ്ങളിൽ എന്തോ ഒരു നിരാശ തുടക്കം മുതൽ നിഴലിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ഏതെങ്കിലും തലത്തിൽ ഒരു പ്രണയഭാവനയോടെ കണ്ടിരുന്നവരുടെ നിരാശ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ? പിന്നീട് ഗർഭിണിയാക്കപ്പെട്ടവരുടെ ചരിത്രം. എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഗർഭിണിയാക്കാൻ കഴിയില്ല. 3 വർഷമോ 2 വർഷമോ മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ അതിലൊരു ബലാത്സംഗത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പരാതി നൽകാമായിരുന്നു. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം എവിടെയെങ്കിലുമൊക്കെ ചില ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ സ്വകാര്യതയാണ്, വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ധാർമ്മികതയുടെ എലമെൻ്റ് ഉണ്ട്. പക്ഷേ അത്തരം ഓഡിറ്റിങ്ങുകൾക്ക് നമുക്ക് വലിയ പരിമിതിയുണ്ട്. നമുക്കൊരു ജനറലൈസ് ചെയ്ത ആരോപണങ്ങളുടെ പേരിൽ ഒരാളുടെ വ്യക്തി ജീവിതത്തെയോ ധാർമ്മികതയോ ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ല. രാഹുലിനെതിരെ കുന്നുപോലെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എവിടുന്നൊക്കെയോ പൊട്ടിയൊഴുകിയ മലീമസപ്പെട്ട വളരെ ഭീകരമായ ആക്ഷേപങ്ങൾ. ഇതിൻ്റെ പേരിൽ രാഹുലിനെതിരെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താനുള്ള വസ്തുതകൾ നമുക്ക് കയ്യിലില്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചവർ ആരാണെന്നറിയില്ല. ഇരുട്ടിൽ നിന്ന് കല്ലെറിയുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് പരിമിതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതേ പരിമിതി മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സമൂഹ മാധ്യമങ്ങളിലുള്ള ചിന്തിക്കുന്ന ജനത. അവർ ഇന്നലകളിൽ കണ്ട ഒരു പോർമുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ആക്രമിച്ചു വീഴ്ത്തി അടൂരിലെ വീട്ടിൽ തളച്ചിട്ടു. ആ സത്യം നിലനിൽക്കുന്നു. പക്ഷെ മറുവശത്ത് ജനം അയാളെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. പാലക്കാട്ടേക്ക് അയാൾ പോകുന്നില്ല. 3 or 4 ഗർഭചിത്രം നടത്തിയെന്ന ആളുകൾ പരിഹസിക്കുമ്പോൾ അയാൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തിറങ്ങിയതിനെക്കുറിച്ച് അയാൾ പ്രതികരിക്കുന്നില്ല. ഇവിടെ വീഴ്ചയും കരുത്തുമുണ്ട്. ഇത് രണ്ടും നമുക്ക് വിശകലനം ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ്. ഇയാൾ ഇക്കാര്യത്തിൽ കയറി ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത് കുളവാക്കേണ്ട കാര്യമില്ല. 1. 2, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന 36-കാരനായി ചെറുപ്പക്കാരന് തൻ്റെ ജീവിതത്തിനിടയിൽ ചിലപ്പോൾ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ അതിന് മറ്റ് തലങ്ങൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. ഇനി ഗർഭചിത്രം നടന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും വീഴ്ചകളോ ഒരു വ്യക്തിയുമായുള്ള തൻ്റെ സ്വകാര്യതകളുടെ പേരിൽ പുറത്തേക്ക് വമിച്ച എന്തെങ്കിലും ചീളുകളോ സമൂഹത്തിലുണ്ട് എന്നതിൻ്റെ പേരിൽ പ്രതികരിച്ച് അവരെ വീണ്ടും വ്രണപ്പെടുത്തി തനിക്കെതിരെ അപകടം വിളിച്ചു വരുത്തേണ്ടതെന്ന് ഒരുപക്ഷെ രാഹുൽ കരുതിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പ്രതികരണത്തിനുള്ള സമയമായില്ല. 2 വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ഇതിനിടയിലേക്ക് ഓടിക്കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ 2 പേരെയും വലിച്ചകറ്റും. 2 പേരുടെ ഉള്ളിലും വിഷം നിറയ്ക്കും. 2 പേരെയും പരസ്പര ചേരിയിൽ നിർത്തി പോർ വിളിപ്പിക്കും. അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശം നടത്തുന്നത് ശരിയല്ല. അത് വൈകാരികമായി 2 തലത്തിൽ നിൽക്കുകയാണ്. പണ്ട് ദിലീപ് മഞ്ജു വാര്യർ സമയത്ത് മഞ്ജു ദിലീപിനെതിരെ ആക്ഷേപമൊന്നും പരസ്യമായിട്ട് ഉന്നയിച്ചില്ല. പക്ഷെ അവർ ക്രമേണ അകന്നു പോകുന്നതും കാവ്യ ദിലീപിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതും കണ്ടു. അത് ഒരു മാന്യത ഉള്ള ഒരു സംസ്കാരപൂർണമായ ഒരു വേർപിരിയലായിരുന്നു. അത് ദാമ്പത്യബന്ധത്തിൻ്റെ ഭാഗമായി വന്നത്. ഇവിടെ പ്രണയത്തിൻ്റെ ഭാഗമായുള്ള വേർപിരിയൽ, അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ വളരെ ജനറലൈസ് ചെയ്ത് രാഹുൽ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അയാളുടെ സ്വകാര്യതയാണ്. അതിലേക്ക് നമുക്ക് വലിയ അവകാശങ്ങളൊന്നുമില്ല. ആരൊക്കെയോ ചേർന്ന് കുറേ കല്ലെടുത്തെറിഞ്ഞ് നിങ്ങൾ അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള അവകാശമില്ല. ഈ ഒരു ദുർഘട ഘട്ടത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് വരുന്ന ഈ പ്രതികരണങ്ങളെ കാണാൻ, ഇയാൾക്ക് അനുകൂലമാകുന്ന ഈ ലൈക്കുകളെ നോക്കിക്കാണാൻ. ഇവിടെ ആർക്ക് വേണമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കയറി കമൻ്റ് ഇടാമല്ലോ. അത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ലല്ലോ ആക്സസ്. അയാളുടെ ഒരു പബ്ലിക് പ്രൊഫൈലാണ്, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് വൈറലാകുമ്പോൾ ശത്രുക്കൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടാം, ഈ പോസ്റ്റിന് വേണേൽ ഡിസ്ലൈക്ക് കൊടുക്കാം, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ രാഹുൽ ഇവിടെ വ്യത്യസ്തനായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഒറ്റപ്പെടുത്തലിൻ്റെ ഏറ്റവും കിരാതമായ വേട്ടയുടെ ഇരയായി രാഹുൽ എന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇത് രാഹുലിനെ വെള്ളപൂശുന്ന ഒരു വാക്കുകളല്ല, ആക്രമണം അതിശക്തമാണ്, ഏറ്റവും വൃത്തികെട്ട നിലയിലാണ്. രാഹുൽ ചെയ്തത് ധാർമ്മികമായി ശരിയല്ലെങ്കിൽ അത് പുറം ലോകം അറിയണം, അത് ചർച്ച ചെയ്യപ്പെടണം. പക്ഷെ അത് അതിൻ്റേതായ വസ്തുതകൾ നിരത്തിയാവണം. അതിനു മുന്നിൽ പരാതിക്കാരുണ്ടാകണം. അല്ലെങ്കിൽ പരാതി
പേരും ആളുടെ മേൽവിലാസവും ഒന്നും വേണ്ട, പക്ഷെ പരാതി വസ്തുതാപരമാണെന്നും പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്നും ജനത്തിനെ ബോധ്യപ്പെടുത്തണം. ഇതൊന്നുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അതും എതിർ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ സ്വന്തം ഗ്രൂപ്പിലെ ആളുകൾ കൂടി ചേർന്ന് രാഹുലിനെ ഇങ്ങനെ ഭീകരമായി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു പിന്തുണ ആ ചെറുപ്പക്കാരന് കിട്ടും. നാളുകളിൽ രാഹുൽ ഇതിൽ നിന്ന് മുക്തനാകുമോ ഇല്ലയോ, അത് വളരെ വേറിട്ട ഒരു കാര്യമാണ്. അയാൾ ഈ പറയുന്നത് പോലെ 67 പെൺകുട്ടികളെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, 4ഓളം യുവതികളെ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ, ക്രൈംബ്രാഞ്ച് പറയുന്നത് പോലെ 18-നും 60-നും ഇടയിലുള്ള നിരവധി സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള ബാധ്യത ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുണ്ട്, ഈ സർക്കാരിനുണ്ട്, സ്ത്രീപക്ഷ സർക്കാരിനുണ്ട്. പിണറായി വിജയൻ നേരിട്ട് വെല്ലുവിളിച്ചതാണ്. അപ്പോൾ അവർക്കതിൻ്റെ ബാധ്യതയുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഇപ്പോൾ ചെറിയ ബാധ്യതയുണ്ട്. കാരണം അവരെന്തിനാണ് ഈ യുവാവിനെ കേട്ടവാദി കേൾക്കാത്തവാദി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത്? എന്തിനാണ് അവർ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്? മറുവശത്ത് ആൾക്കാർ എന്തൊക്കെ പറയുന്നു, അർദ്ധരാത്രിയിൽ മുലപ്പാൽ ചോദിച്ച രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച്, മൂന്നാറിലെ തണുപ്പിനെക്കുറിച്ച് പറഞ്ഞവരെക്കുറിച്ച്, റെയിൻകോട്ടുമായിട്ട് സൂക്ഷിച്ച് വരണമെന്ന് ഉപദേശിച്ചവരെക്കുറിച്ച്, പൂച്ചക്കുട്ടികളെക്കുറിച്ച്. അപ്പോൾ ഇത്തരം കമൻറ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തിക്കാട്ടുന്നത് രാഹുലിനെ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു പൊതു സ്വഭാവം അവതരിപ്പിക്കാൻ കൂടിയാണ്. ഇവിടെയാണ് ഈ പോസ്റ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തളച്ചിടാമെന്ന് ആരും കരുതേണ്ടതില്ല എന്നതിന്റെ വസ്തുതകൾ വന്നാൽ, പരാതിക്കാർ വന്നാൽ അയാൾ തളച്ചിടപ്പെടണം, കൃത്യമായി തളച്ചിടപ്പെടണം. അതായത് അതുവരെ വസ്തുതപരമായി നമുക്ക് ഒന്നിനും ഡിഫെൻഡ് ചെയ്യാത്തിടത്തോളം കാലം ഒരുപക്ഷെ ജനം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയായിരിക്കും ഇപ്പോൾ പുറത്തു വന്നത്. തീർച്ചയായും എതിർത്ത് നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് നമുക്ക് വാർത്ത കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും നമ്മളും അത് അങ്ങനെ തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അതുവരെയും ആരും കുറ്റക്കാരനൊന്നും അല്ലല്ലോ എന്നുള്ളത് വീണ്ടും ചിന്ത ജനങ്ങളാണ് നമ്മൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും മറ്റൊരു ദിവസം മറ്റു വാർത്തയുമായി കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.